നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രതീഷ്. ഉന്മേഷ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഇന്ന് SITക്ക് നിർണായകമായ ദിവസമാണ്. നേരത്തെ വ്യവസായി മൊഴി നൽകിയ ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെ ഇന്ന് SIT ചോദ്യം ചെയ്യും. ഇന്ന് SIT ഓഫീസിൽ ഹാജരാകാനാണ് ഡി മണിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഡി മണിയുടെ സഹായിയായ ബാലമുരുകനും ശ്രീകൃഷ്ണനും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഡി മണി നടത്തിയ കാര്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ തന്നെ ഒരു പൊരുത്തക്കേടുണ്ട് എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട SIT കടക്കുന്നുണ്ട്. ഒപ്പം ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനായി SIT അപേക്ഷ നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെ ഉൾപ്പെടെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും SIT കടക്കുന്നത്. പത്മകുമാറിൻ്റെയും ഒപ്പം അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ MLA കൗൺസിലർ തർക്കത്തിൽ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ മുൻകാല ഭരണസമിതികൾ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്നതാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. തുച്ഛമായ പൈസയ്ക്ക് നൽകിയ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ പലരും വൻ തുകയ്ക്ക് മറിച്ച് വിറ്റു എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇതിൻ്റെ മുഴുവൻ കണക്കുകളും എടുക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് VV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉന്മേഷ. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിഗ്രഹക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് വ്യവസായി തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 24-നോട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ടെന്നും രമേശ് ചെന്നിത്തല. ഏത് ഏജൻസി വന്നാലും LDFന് ഭയമില്ല എന്നായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടലുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വ്യവസായി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് അന്വേഷണം ദുർബലപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. SIT അന്വേഷണം നല്ല രീതിയിലാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ളതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം. ഇതിന്റെ പേരിൽ വലിയ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ പ്രവർത്തനം കണ്ടെത്തണം. ഈ കേസ് CBI കോടതിയുടെ നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. ശബരിമലയെ സംബന്ധിച്ച് CPIMന് തെറ്റുപറ്റിയിട്ടില്ലെന്നും ലോകത്തിലെ ഏത് അന്വേഷണ ഏജൻസി വന്നാലും എതിരല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും M സ്വരാജ്. ലോകത്തിലെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. അന്വേഷണത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സർക്കാരിന് നേരത്തെ അറിയാവുന്നതാണ്. എല്ലാ പ്രതികളും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് മൊഴി നൽകിയിട്ടും ആ വഴിയിൽ അന്വേഷണം നീങ്ങിയില്ലെന്നും K സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ട്, അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? പ്രശാന്തിലേക്കോ കടകംപള്ളിയിലേക്കോ കടന്നാൽ എന്ത് നിറംമാറ്റമായിരിക്കും ഭരണം കയ്യിൽ തന്നെയുള്ള CPMന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. ആരാധനാലയങ്ങളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് സാംസ്കാരിക പ്രവർത്തകൻ MN കാരശ്ശേരി പറഞ്ഞു. മുസ്ലിം ദേവാലയങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ദേവാലയങ്ങളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി അന്വേഷിക്കുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള, കഴിയുന്ന വേഗം അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെൻറ് നിയമിക്കണം. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ സംബന്ധിച്ച CPIM വിലയിരുത്തലുകൾ തള്ളി CPI. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPI നേതൃയോഗങ്ങളുടെ കണ്ടെത്തൽ. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് CPIയുടെ നിലപാട്. മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും തോൽവിക്ക് കാരണമായെന്ന ചർച്ചയിൽ അഭിപ്രായമുയർന്നു.
തോൽവിയുടെ ആഴവും പരപ്പും വ്യക്തമായിട്ടും ഭരണവിരുദ്ധ വികാരമോ ശബരിമല വിഷയമോ തിരിച്ചടിയായില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയുടെ ഈ വിലയിരുത്തലുകളെ അപ്പാടെ തള്ളുകയാണ് CPI. ക്ഷേമാനുകൂല്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ടും കനത്ത തോൽവി ഉണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ലെങ്കിൽ മറ്റെന്താണെന്നാണ് CPIയുടെ നേതൃയോഗങ്ങൾ ഉയർന്ന ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ സംശയവും തോൽവിയിൽ നിർണായകമായി എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും എക്സിക്യൂട്ടീവിന്റെയും വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളോട് ജനങ്ങൾക്കുള്ള എതിർപ്പും തോൽവിയിൽ പ്രധാന പങ്കുവഹിച്ചതായി CPI ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി വർഗീയ വിരുദ്ധ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനോടുള്ള ആഭിമുഖ്യം, ശബരിമല സ്വർണ്ണക്കൊള്ളിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് എതിർപ്പുള്ളതെന്നാണ് CPI നേതൃത്വങ്ങളിൽ ഉയർന്ന അഭിപ്രായം. സംഘപരിവാർ അജണ്ട ഉൾക്കൊള്ളുന്ന PM3 പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതും ജനങ്ങൾക്കിടയിൽ സംശയം ജനിക്കാൻ ഇടയാക്കിയെന്ന് വിമർശനമുണ്ട്. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വിദണ്ഡവാദങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നും CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫലപ്രദമായ തിരുത്തൽ നടപടികൾ കൂടിയേ തീരൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിക്ക് കാരണം വാർഡ് വിഭജനത്തിൽ അപാകതകളെന്നാണ് CPIയുടെ നിലപാട്. വാർഡ് വിഭജനം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് CPIM ഇടപെടൽ നടത്തിയെന്നാണ് CPIയുടെ വിമർശനം. വിഭജനത്തിന്റെ ഗുണം CPMന് കിട്ടിയുമില്ല, CPIക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തുവെന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും ഒരുപോലെ ചൂണ്ടിക്കാട്ടി. നാളെ ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തൽ CPI പൂർത്തിയാക്കും. പാർട്ടി നിലപാട് LDF യോഗത്തെ അറിയിക്കാനും തീരുമാനമുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. എറണാകുളം ബ്രോഡ്വേയിൽ തീപിടുത്തം, 12 കടകൾ കത്തിനശിച്ചു. ശ്രീധർ തിയേറ്ററിന് സമീപത്തെ കടകളിലാണ് തീപിടുത്തമുണ്ടായത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ ഏതാണ്ട് 12-ഓടുകൂടിയാണ് എറണാകുളത്തെ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ തീപിടുത്തമുണ്ടായത്. ഞാനീ നിൽക്കുന്ന ബ്രോഡ്വേയിലെ വ്യാപാര കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 12ഓളം കടകൾ കത്തിനശിച്ചു. ഫാൻസി, അതോടൊപ്പം തന്നെ കളിപ്പാട്ട കടകൾക്കാണ് തീപിടുത്തമുണ്ടായത്. ഈ കാണുന്ന കടകളിൽ ഏതാണ്ട് 12 രൂപ തീപിടുത്തമുണ്ടാകുന്നു. അതിനുശേഷം മറ്റ് കടകളിലേക്ക് തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിവിധ ഫയർ യൂണിറ്റിലുള്ള ഫയർഫോഴ്സുകൾ, ഏതാണ്ട് 8 ഫയർഫോഴ്സുകളാണ് ഇവിടെ എത്തിയത്. ഈ തീപിടുത്ത സമയത്ത് ഇവിടെ കടയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. കട അടക്കാനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ തോത്, വ്യാപ്തി കുറഞ്ഞു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇവിടുത്തെ ക്ലീനിങ് ജോലിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് തീപിടുത്തം കാണുകയും പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഫയർഫോഴ്സ് പെട്ടെന്ന് ഇവിടെ എത്തി തീ അണക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. ഏതാണ്ട് മണിക്കൂറുകളോളം ശ്രമത്തിന്റെ ഭാഗമായാണ് തീ അണക്കാൻ സാധിച്ചത്. പക്ഷേ പുക ഉയരുന്നുണ്ടായിരുന്നു. ഈ പുക പൂർണ്ണമായും അണയ്ക്കാനുള്ളൊരു നടപടി ഇപ്പോൾ തുടർന്നു വരികയാണ്. ശ്രമകരമായൊരു ദൗത്യമാണ് രാവിലെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം 8 യൂണിറ്റോളം ഫയർഫോഴ്സുകൾ ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമമാണ് നടന്നത്. തൊട്ടടുത്തുള്ള ഈ കടകൾക്ക് സമീപത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടാകുകയും പിന്നീട് മറ്റ് കടകളിലേക്കൊക്കെ തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാവിലെ തന്നെ ഇവിടെ ആളുകളൊക്കെ എത്തി ഫയർഫോഴ്സിനൊപ്പം തന്നെ ഈ രക്ഷാ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയറും സ്ഥലത്തെത്തി ഇവിടുത്തെ സാഹചര്യം വിലയിരുത്തി. ഏകദേശം 1:30 ഇവിടുന്ന് ചേംബറിൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചത്. തീർച്ചയായിട്ടും അപ്പം തന്നെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. പോലീസുമായിട്ട് സംസാരിച്ചപ്പോഴും തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ആളപായങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയപ്പോഴും വേറെ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതെന്താണെന്ന് അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. മേയറുമായിട്ട് അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിനാണ് ഇത്തരത്തിലൊരു തീ പടർന്നെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഈ തീ അണച്ച ശേഷം ആളുകളൊക്കെ തന്നെ അകത്തേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു കാര്യം, ഇതുവരെ കാഷ്വാലിറ്റി ഒന്നും തന്നെ ഈ ആളപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ആരുമില്ല. ഈ സൈഡിൽ നിന്ന് കത്തി പിടിച്ച് തുടങ്ങി. അവിടുന്ന് ടെർപ്പായ കിട്ടിയിട്ടുണ്ടായി. അതിമേന്നാണ് അങ്ങോട്ട് പടർന്നാണ് ഞങ്ങൾ കണ്ടത്. ഈ കടയിൽ അവിടെ കുറേ വേസ്റ്റ് കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങിയെന്നാണ് ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ടത്. അവിടുന്ന് തുടങ്ങിയ ഫസ്റ്റ്. കട അടക്കുന്ന സമയം കൊണ്ട് ആളില്ലാത്തതുകൊണ്ട് വലിയ അപകടം. അതെ അതെ, അത് ആളുകൾ ഇപ്പോൾ സീസൺ കഴിഞ്ഞില്ല, ക്രിസ്മസ് സീസൺ. അല്ലെങ്കിൽ നേരം എടുക്കണവരെ ഇവിടെ ആളുണ്ടാണ്. ഇന്നിപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങളാണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മാറിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് പുക വന്ന് കണ്ടത്. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്ന് അടിയന്തരമായിട്ട് എല്ലാവരും ഇടപെട്ട്, കച്ചവടക്കാരാണെങ്കിലും എല്ലാവരും ഇടപെട്ട് പെട്ടെന്ന് ഇത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. എന്തായാലും നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ സീസൺ, ക്രിസ്മസ് സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ക്രിസ്മസ് സീസൺ ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് പുലർച്ചെ വരെ ആളുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോയേനെ. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ആളപായം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ഹരീഷ് കൃഷ്ണനൊപ്പം നിതിൻ അംബുജൻ, 24. ഇനി മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെ നിതിൻ?
ഉന്മേഷ്, മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് 8 പഞ്ചായത്തുകളാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ മുട്ട, മാംസം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് തീരുമാനമുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെ തുടർന്ന് ഹോട്ടലുകളടക്കം കർശന പരിശോധന നടത്തി വരികയാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു പരിശോധനയിൽ തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ നിന്നും ചിക്കൻ വിഭവങ്ങൾ, അതായത് കോഴി വിഭവങ്ങളൊക്കെ തന്നെ വിൽക്കുവാൻ പാടില്ല എന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ശീതീകരിച്ച കോഴികളും ചിക്കനുകളും ഇത്തരത്തിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലടക്കം ഏതാണ്ട് 1500 ഹോട്ടലുകൾ ഇത്തരത്തിൽ അടച്ചിടുമെന്നാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കളക്ടറുടെ തീരുമാനം, കളക്ടറുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെങ്കിലും ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ ഈ വ്യാപാരികൾ പിന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ന് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയും ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ ഈ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് അസോസിയേഷന്റെ തീരുമാനം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകളാണ് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 27,000 കോഴികളെ ഇതിനകം തന്നെ കൊന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിക്കൻ വിഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ മാംസങ്ങളൊക്കെ തന്നെ വിൽക്കുന്ന നടപടികൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹോട്ടലുകൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ് മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിന്ന് പ്രതീക്ഷിക്കുന്നത് 2 വാർത്തകളാണ്. ഒന്ന്, ഇന്നലെ 2 പ്രതികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി മരുന്ന്, അതായത് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികൾ പിടിയിലായിട്ടുണ്ടായിരുന്നു. 2 പേരെ കൂടി ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. മലപ്പുറം സ്വദേശിയായ പെൺകുട്ടി, മലപ്പുറത്തു നിന്നും വീട് വിട്ട് ഇറങ്ങിയ പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലെത്തുന്നു. അങ്ങനെ ബീച്ചിൽ വെച്ച് 2 പേരെ പരിചയപ്പെടുന്നു. ആ 2 പേർ ഈ കുട്ടിയെ ഭക്ഷണവും താമസ സൗകര്യവും നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു ഫ്ലാറ്റിലെത്തിച്ച് ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന 2 പേർ ആണ് മയക്കുമരുന്ന് നൽകി ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പീഡിപ്പിച്ച 2 പേരാണ് ഇന്നലെ പിടിയിലായിട്ടുണ്ടായിരുന്നത്. ACPയുടെ പ്രത്യേക സ്ക്വാഡാണ് ഈ 2 പേരെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഫ്ലാറ്റിലെത്തിക്കാൻ സഹായിച്ച 2 പേരാണ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലുള്ളത്. അവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഈ പെൺകുട്ടി ഇപ്പോൾ പെരിന്തൽമണ്ണ തന്നെയാണ് ഉള്ളത്. മറ്റൊരു കാര്യം എന്നത് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് വയനാട് ചുരത്തിലെ, അതായത് താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കെന്നത്. ആ വിഷയത്തിൽ ഇന്ന് UDFന്റെ ഒരു പ്രതിഷേധമുണ്ട്, രാപ്പകൽ സമരമുണ്ട്. MLA-മാരായ IC ബാലകൃഷ്ണനും ഒപ്പം തന്നെ T സിദ്ദിഖും ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ രാപ്പകൽ സമരം നടക്കുന്നത്. വൈകിട്ട് കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിലാണ് സമരം. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് അടിക്കടി ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നു. നിരവധി പദ്ധതികളും പ്രശ്നപരിഹാരങ്ങളുമെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും കാര്യമായ ഒരു ഇടപെടൽ ഈ പ്രശ്നപരിഹാരത്തിന് ഉണ്ടാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 11 മണിക്ക് ഈ 2 MLA-മാരുടെയും വാർത്താ സമ്മേളനവും കോഴിക്കോട്ടുണ്ട്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്നുള്ള വാർത്ത സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയോടും കുട്ടിയോടും ക്രൂരത. ഭർത്താവും കുടുംബവും വീട്ടിൽ കയറ്റാത്തതിനാൽ 4 ദിവസമായി വീട്ടുവരാന്തയിലാണ് ഇവർ കഴിയുന്നത്. ബന്ധം പിരിഞ്ഞതാണെന്നും ഇവരെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ കഴിയില്ല എന്നുമാണ് ഭർത്തൃ വീട്ടുകാരുടെ നിലപാട്. മലപ്പുറം ചേളാരി സ്വദേശി ഹസീനയും 9 വയസ്സുകാരനായ മകനും 4 ദിവസമായി ഇങ്ങനെയാണ് കഴിയുന്നത്. ഭർത്താവ് മണ്ണാർക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലും കുടുംബവും വീട് പൂട്ടിപ്പോയി. ഇതോടെയാണ് കൊടും തണുപ്പുള്ള രാത്രിയിലും ഇങ്ങനെ കഴിയേണ്ടി വന്നത്. രാത്രിയാകുമ്പോൾ ഇവർ കണ്ട് വരിക, ഒന്നും തുറന്നു തരുന്നില്ല, ഒന്നുമില്ല, ഞങ്ങൾ തീർത്തതാണെന്ന് മാത്രം പറയും. ഒഴിവാക്കിയതാണ് പറയും. എന്താ കാരണമെന്ന് അവർ പറയണില്ല. എനിക്ക് കോടതി ഓർഡർ മേലാണ് ഞാൻ വന്നത് ഇവരെ കൂടെ ജീവിക്കാൻ. ഇവരതിനും സമ്മതിക്കണില്ല. ഇവരിപ്പോൾ ഒളിച്ച് നിൽക്കുകയാണ്. 2015 ഫാസിലുമായുള്ള ഹസീനയുടെ വിവാഹം. 3 വർഷത്തിനു ശേഷം കുടുംബത്തിൽ പ്രശ്നങ്ങളായി. നാട്ടിലെ പ്രമുഖരും മഹല്ല് കമ്മിറ്റിയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ബന്ധം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒഴിവാക്കി എന്താ എന്നുള്ളത് ഞങ്ങൾ ഉപ്പക്കും 2 ആങ്ങളാരുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു ഒഴിവാക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ്, രജിസ്റ്റർ ചെയ്തതാണ്. ഹസീനയെ തൊലാക്ക് ചൊല്ലിയെന്നും ഇനി ഇവർക്കൊപ്പം ജീവിതം സാധ്യമല്ല എന്നുമാണ് ഫാസിലിന്റെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മഹലിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എന്നും ഫാസിൽ പ്രതികരിച്ചു. 24 കോഴിക്കോട്.
93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തും. തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദാണ് നട തുറക്കുക. നട തുറന്നതിന് പിന്നാലെ മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകരും. തുടർന്ന് തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താം. മണ്ഡലപൂജകൾ കഴിഞ്ഞ് ഡിസംബർ 27 രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടച്ചിരുന്നു. ജനുവരി 14-നാണ് മകരവിളക്ക്. മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും അറിയിച്ചു. കാനനപാതയിലൂടെയുള്ള അയ്യപ്പന്മാരുടെ വരവിനും ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ABVP പ്രവർത്തകനായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 20 പേരാണ് പ്രതികൾ. 2012 ജൂലൈ 16-ന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ സംഘടനാ പ്രവർത്തനത്തിന് എത്തിയ വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിചാരണ വേളയിൽ സാക്ഷികളായ KSU, SFI പ്രവർത്തകർ കൂറുമാറിയിരുന്നു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പശ്ചിമ ബംഗാളിൽ. 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും. വൈകിട്ട് 4:15-ന് മണിത്തലയിൽ ഓഫീസിൽ വെച്ച് അമിത്ഷാ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. ബംഗാൾ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പാണ് പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ RSS BJP ഏകോപനം ഉറപ്പാക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാവിലെ 11:00-ക്ക് കൊൽക്കത്തയിൽ അമിത്ഷാ മാധ്യമങ്ങളെ കാണും. അതിനുശേഷം BJP കോർ കമ്മിറ്റി യോഗത്തിലും ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. BJPയുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അമിത്ഷാ അവലോകനം ചെയ്യും. പാർട്ടിയുടെ പ്രചാരണ തന്ത്രത്തിന്റെ രൂപരേഖയും ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിൽ തയ്യാറാക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതി ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. 91 ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്നാണ് ആരോപണം. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും സെർജി ലാവ്റോവ്. ആക്രമണത്തെ തുടർന്ന് സമാധാന ചർച്ചകളുടെ നിലപാട് പുനഃപരിശോധിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കി. ആരോപണം നുണയാണെന്നും സമാധാന ചർച്ചകൾ അട്ടിമറിക്കാനുള്ള റഷ്യൻ നീക്കമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി പ്രതികരിച്ചു. യുക്രൈനെതിരെ ആക്രമണം തുടരാനുള്ള റഷ്യൻ നീക്കത്തിന്റെ സൂചനയാണ് ആരോപണമെന്നും വൊളോദിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. ഫ്ലോറിഡയിൽ ട്രംപ് സെലൻസ്കി ചർച്ച നടന്നതിനു പിന്നാലെയാണ് റഷ്യൻ ആരോപണം. നിരായുധീകരണത്തിനായി ഹമാസിന് വളരെ കുറച്ച് സമയം മാത്രമേ നൽകുകയുള്ളൂവെന്നും അനുസരിച്ചില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മേഖലയിൽ ശാശ്വത സമാധാനത്തിന് ഹമാസിന്റെ നിരായുധീകരണം അനിവാര്യമെന്നും ട്രംപ്. ഫ്ലോറിഡയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ഇറാനെതിരെയുള്ള ആക്രമണത്തിന് പിന്തുണ നൽകുമെന്നും ട്രംപ് പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങളെപ്പറ്റി ഇസ്രയേലുമായി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നും ട്രംപ് സമ്മതിച്ചു. ട്രംപിന് ഇസ്രയേലിന്റെ പരമോന്നത പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതായി നെതന്യാഹു അറിയിച്ചു. ഇതാദ്യമായാണ് ഇസ്രയേലുകാരനല്ലാത്ത ഒരാൾക്ക് പുരസ്കാരം നൽകുന്നത് എന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. തർക്കങ്ങൾക്കിടെ വെനസ്വേലയിലേക്ക് ആദ്യ കരയാക്രമണം നടത്തിയ അമേരിക്ക. ബോട്ടുകളിലേക്ക് ലഹരിമരുന്ന് കയറ്റുന്ന കേന്ദ്രമാണ് ആക്രമിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. പ്രദേശത്ത് വൻ സ്ഫോടനം നടന്നു എന്നും ട്രംപ് പറഞ്ഞു. സൈന്യമാണോ CIA ആണോ ആക്രമണം നടത്തിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ആക്രമണത്തിൽ വെനസ്വേല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ കിഴക്കൻ പസഫിക്കിൽ നടത്തിയ ബോട്ട് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 2 മുതൽ ഇതുവരെ പസഫിക്കിലും കരീബിയൻ കടലിലും മയക്കുമരുന്ന് കടത്താരോപിച്ച അമേരിക്ക 29 ബോട്ടുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ 105 പേർ കൊല്ലപ്പെട്ടു. വെനസ്വേലയിലേക്ക് അകത്തേക്കും പുറത്തേക്കും പോകുന്ന എണ്ണക്കപ്പലുകൾക്കും അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിക്കോളാസ് മദുരോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ ആക്രമണങ്ങൾ എന്നാണ് വെനസ്വേലയുടെ ആരോപണം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിചാരണ തടവുകാരൻ ചാടിപ്പോയി. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ടത്. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കുതിർവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ഈ വിചാരണ തടവുകാരൻ. പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ ഉള്ള ഒരു കൊലപാതക
കേസിലെ പ്രതിയാണെന്നാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. ഇപ്പോൾ പോലീസ് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് വരുന്നത്. പോലീസ് ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3-ാം വാർഡിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. ഈ രക്ഷപ്പെടുന്ന സമയത്ത് ഒരു നിക്കർ മാത്രമാണ് ധരിച്ചതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തുതന്നെയായാലും ഈ പ്രതി പോകാനിടയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരാൻ ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും. രാത്രി 7-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരമ്പരയിലെ 5ാമത്തേതും അവസാനത്തേതുമായ മത്സരം. ഏകദിന ലോകകപ്പ് നേട്ടമടക്കം സംഭവബഹുലമായ 2025-ന് ജയത്തോടെ പരിസമാപ്തി കുറിക്കാൻ ഇന്ത്യൻ വനിതകൾ. കഴിഞ്ഞ 4 മത്സരങ്ങളിലെ ആധിപത്യം ഇന്നും തുടരാനായാൽ പരമ്പര തൂത്തുവാരി വർഷം അവസാനിപ്പിക്കാം ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും. ആദ്യ 3 മത്സരങ്ങളിലും പിന്തുടർന്ന് ജയിച്ച ഇന്ത്യ 4ാം കളിയിൽ ജയിച്ചത് 30 റൺസിന്. സ്മൃതി മന്ഥനയും ഷഫാലി വർമ്മയും റിച്ച ഘോഷുമെല്ലാം തകർത്തടിച്ചപ്പോൾ കാര്യവട്ടത്ത് പിറന്നത് ഇന്ത്യയുടെ 2020-ലെ എക്കാലത്തെയും മികച്ച ടോട്ടലായ 221 റൺസ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മയ്ക്കൊപ്പം സ്മൃതി മന്ഥന കൂടി ഫോമിലേക്ക് ഉയർന്നതോടെ സ്കോർ ബോർഡിൽ ഇന്നും റൺ റോക്കറ്റ് പോലെ കുതിക്കുമെന്ന് കരുതാം. ടീമിലെ 15-ൽ 14 താരങ്ങളെയും പരീക്ഷിച്ച ഇന്ത്യ യുവതാരം ജി കമാലിനിക്ക് അരങ്ങേറ്റത്തിന് അവസരം നൽകിയേക്കും. കഴിഞ്ഞ മത്സരത്തിൽ നേടാനാവാതെ പോയ 2020-ലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരി എന്ന റെക്കോർഡ് ദീപ്തി ശർമ്മ ഇന്ന് നേടുമെന്നും പ്രതീക്ഷിക്കാം. അതേസമയം പരമ്പരയിൽ ആദ്യമായി ഇന്ത്യക്ക് ചെറുതായെങ്കിലും വെല്ലുവിളി ഉയർത്താൻ പറ്റിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ റെക്കോർഡ് സ്കോർ പിന്തുടർന്ന ലങ്കൻ വനിതകൾ 191 വരെ എത്തിയാണ് കീഴടങ്ങിയത്. ക്യാപ്റ്റൻ ചമരി അട്ടപ്പെട്ടോ ഫോം വീണ്ടെടുത്തതിലും ലങ്കയ്ക്ക് ആശ്വാസം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ദുരവസ്ഥകളുടെ പടുകുടിയിലാണ് എറണാകുളം മഹാരാജാസ് താലൂക്ക് ആശുപത്രി. സർക്കാർ ആശുപത്രികൾ മികച്ച നേട്ടം കൈവരിക്കുന്ന കേരളത്തിലാണ് ഇങ്ങനെയൊരു ആശുപത്രി ഉള്ളത്. ആവശ്യത്തിന് ഡോക്ടേഴ്സോ സൗകര്യങ്ങളോ ഇവിടെയില്ല. മഹാരാജാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്നവർക്ക് മതിയായ ഡോക്ടേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. കാലങ്ങളായി മന്ത്രിമാരോ ജനപ്രതിനിധികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വിമർശനം. ഇന്ന് ഈ ഹോസ്പിറ്റലിന്റെ ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ 2-3 പേര് ഉള്ളൂ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കണത്. ഡോക്ടർമാരൊക്കെ 2-3 പേരുണ്ട്, കുറവുണ്ട്. ഇപ്പോൾ 5 പേരൊക്കെ ഉള്ളും, 5-6 പേരൊക്കെ ഉള്ളും. അവരൊക്കെ 1 മണി ആകുമ്പോൾ തന്നെ അവരൊക്കെ വീട്ടിലേക്ക് പോകും. പിന്നെ ഇവിടെ ആരുമില്ല. പിന്നെ ഇവിടെ പട്ടിൻ്റെയൊക്കെ കേന്ദ്രമാണ്. ആശുപത്രിയിൽ സർജൻ ഇല്ലാതായിട്ട് മാസങ്ങളായി. അടിയന്തര സാഹചര്യത്തിൽ മതിയായ ഡോക്ടേഴ്സും സർജനും ഇല്ലാത്തത് വലിയ വെല്ലുവിളിയാണ്. ആകെ ഉള്ളത് രാവിലെ 8:30 മുതൽ 1 മണിയുള്ള OP സമയം മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കറക്റ്റായിട്ട് ഡോക്ടർമാർ വരുന്നില്ല. ഒരു 8:30, 9, 10 മണിയാകുമ്പോഴാണ് വരുന്നത്. വന്നാൽ തന്നെ 12 ആകുമ്പോൾ തന്നെ പോണ്. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് വിടുന്നതാണ്. ഇവിടെ ആംബുലൻസ് വന്ന് നിൽക്കുന്നത് കാണാം. 5 മിനിറ്റിനുള്ളിൽ നേരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ചോദിക്കുമ്പോൾ തന്നെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടം നിർമ്മിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിനായി ചിലവഴിച്ച തുക നഷ്ടമായത് മിച്ചം. 250ഓളം ബെഡാണ് ആശുപത്രിക്കുള്ളത്. എന്നാൽ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സോ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ രോഗികളെത്തുന്നത് കുറവ്. ഇനി എത്തുന്നവരാവട്ടെ നായയുടെ ശല്യം കാരണം പേടിയിലും. ഇനിയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിലെ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 13 പേർക്ക് പരിക്ക്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ശാരീരിക അസ്വസ്ഥതയുണ്ടായത്. ചികിത്സ തേടി ഇവർ പിന്നീട് ആശുപത്രി വിട്ടു. സദസ്സിന് മുൻഭാഗത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് ആളുകൾ ഇടിച്ചു കയറിയതാണ് തിക്കിനും തിരക്കിനും കാരണമായത്. പരിപാടിക്ക് 25,000-ലധികം ആളുകൾ എത്തിയെന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക കണക്ക്. അതിനിടെ ഫെസ്റ്റിൽ പങ്കെടുക്കാനായി റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെ 20-കാരൻ ട്രെയിൻ തട്ടി മരിച്ചു. പൂനാച്ചി സ്വദേശിയായ ശിവാനന്ദനാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്.